കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന സർക്കാരിന് എല്ലാ മേഖലകളെയും കൈയയഞ്ഞ് സഹായിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി നിലവിലില്ല. അതുമാത്രമല്ല, ജനങ്ങളുടെ ക്ഷേമങ്ങൾക്കുള്ള കാര്യങ്ങൾ പോലും ചെയ്യാൻ സർക്കാരിനെ കൊണ്ട് സാധിക്കുന്നില്ല. അതിനിടയിലാണ് വകുപ്പുകൾക്ക് ആവശ്യമായ തുക കൂടി നൽകേണ്ട ഉത്തരവാദിത്തം. എന്നാൽ അതിൽ നിന്നും ഇപ്പോൾ KSRTCയെ കൈയൊഴിഞ്ഞിരിക്കുകയാണ് സർക്കാർ. ഇനി KSRTCയെ സാമ്പത്തികമായി സഹായിക്കാനാകില്ല എന്ന് ധനവകുപ്പിന്റെ അന്ത്യശാസനം. ജൂലൈ മാസത്തെ KSRTC പെൻഷൻ ഫയൽ ധനവകുപ്പ് തിരിച്ചയച്ചു. കഴിഞ്ഞ ദിവസം ജൂൺ മാസത്തെ ശമ്പളത്തിന്റെ ആദ്യ ഗഡുവിന് ധനവകുപ്പിനെ സമീപിച്ചപ്പോഴും ഈ നിലപാട് വ്യക്തമാക്കിയ ശേഷമാണ് 30 കോടി അനുവദിച്ചത്. എന്നാൽ സഹായം തുടരേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി വിശദമായ മറുപടി ഗതാഗത മന്ത്രി ധനവകുപ്പിന് നൽകിയിട്ടുണ്ട്. KSRTC വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത വായ്പ തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷന്റെയും കേരള ബാങ്കിന്റെയും നിലനിൽപ്പിനായി 625 കോടി രൂപയുടെ സഹായം ധനവകുപ്പ് കഴിഞ്ഞ മാർച്ചിൽ നൽകിയിരുന്നു. KSRTCക്ക് വർഷങ്ങൾക്ക് മുമ്പ് KTDFC വായ്പ നൽകിയത് ജില്ലാ ബാങ്കുകളിൽ നിന്നും കടമെടുത്തായിരുന്നു. പലിശയും പിഴപ്പലിശയുമായി ഇത് 625 കോടിയായി വളർന്നതോടെ KTDFCയും ഒപ്പം ജില്ലാ ബാങ്കുകൾ ചേർത്ത് രൂപീകരിച്ച കേരള ബാങ്കും പ്രതിസന്ധിയിലായി. കിട്ടാക്കടം കൂടിയതോടെ KTDFCക്കും കേരള ബാങ്കിനും റിസർവ് ബാങ്കിന്റെ കടുത്ത നിയന്ത്രണവും വന്നു. ഈ പ്രതിസന്ധി മറികടക്കാനാണ് മുഖ്യമന്ത്രി ഇടപെട്ട് 625 കോടി നൽകിയത്. KTDFCയിൽ നിക്ഷേപിച്ച പണം തിരികെ വാങ്ങാൻ ഹൈക്കോടതിയിൽ നിക്ഷേപകർ ഹർജി നൽകിയതോടെയാണ് സർക്കാർ ഇടപെട്ടത്. 625 കോടി തന്നതിനാൽ ഇനി KSRTCക്ക് മാസം തോറുമുള്ള സഹായവും പെൻഷൻ തുകയും നൽകാൻ ധനവകുപ്പിന് കഴിയില്ല എന്നും KSRTC തന്നെ കണ്ടെത്തണമെന്നും നിർദ്ദേശിച്ചിരിക്കുകയാണ്. 50 കോടി രൂപ ശമ്പളം നൽകുന്നതിനും 71 കോടി രൂപ പെൻഷൻ നൽകുന്നതിനും ധനവകുപ്പ് നൽകുന്നുണ്ട്. പെൻഷൻ നൽകുന്നത് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യമാണ്. ഇത് 6 മാസത്തിനുള്ളിൽ ധനവകുപ്പ് പലിശ സഹിതം ഈ ബാങ്കുകൾക്ക് തിരികെ നൽകുന്നതാണ് രീതി. അടുത്ത മാസം മുതൽ ഒറ്റത്തവണയായി ശമ്പളം നൽകുമെന്ന് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിരിക്കെയാണ് ധനവകുപ്പ് ഈ രീതിയിൽ നയം മാറ്റിയത്. എന്തായാലും ഇതോടെ ഗതാഗത വകുപ്പ് പൂർണ്ണമായും വെട്ടിലായി എന്ന് പറയാം. ധനവകുപ്പ് തരുന്ന 50 കോടിക്ക് പുറമെ ബാങ്കിൽ നിന്ന് 30 കോടി കൂടി മാസം ആദ്യം തന്നെ ഓവർ ഡ്രാഫ്റ്റ് എടുത്ത് ശമ്പളം 5-ന് മുമ്പ് നൽകണമെന്നതായിരുന്നു ഗതാഗത വകുപ്പിന്റെ കണക്കുകൂട്ടൽ. അതിനിടയിൽ വലിയ ലാഭമുണ്ടാക്കി തരുമെന്നൊക്കെ പറഞ്ഞായിരുന്നു നവകേരള ബസ് ഗരുഡ പ്രീമിയം എന്ന പേരിലാക്കി നിരത്തിലിറക്കിയത്. ആ ബസ്സിന് വേണ്ടി ഖജനാവിൽ നിന്ന് ഇറങ്ങിയത് കോടികളായിരുന്നു. എന്നാൽ ഇപ്പോൾ നവകേരള ബസ് സർവീസ് മുടങ്ങി. ആളില്ലാത്തതിനാലാണ് കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്ക് പോകുന്ന നവകേരള ബസിന്റെ സർവീസ് മുടങ്ങിയിരിക്കുന്നത്. ഇന്നലെയും ഇന്നും സർവീസ് നടത്തിയില്ല. ഈ ബസ്സിലേക്കായി ഒരാൾ പോലും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല എന്ന് KSRTC വ്യക്തമാക്കി. വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ് നിരത്തിലിറക്കിയത്. നേതാക്കന്മാരുടെ സഞ്ചാരത്തിന് ശേഷം ബസ് മാസങ്ങളായി വെറുതെ കിടന്ന് നശിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ സർവീസ് നടത്താൻ തീരുമാനമാകുന്നത്.